ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ കുടിക്കാറുള്ള ഈ ഔഷധ കഞ്ഞിയില്ലേ, അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിത് ഈ സിദ്ധാശ്രമം ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഒരു പാക്കറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ അകത്ത് ഈ നവരയരി, ചെറുപയർ, ഉലുവ, നുറുക്ക് ഗോതമ്പ്, മുതിര, ആശാളി അരി എന്നീ ധാന്യങ്ങളും പിന്നെ അവരുടെ തന്നെ ഒരു ഔഷധ ചൂർണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൂർണമാണ്. അതിൻ്റെ അകത്ത് ഈ ഓരില, മൂവില, കുറുന്തോട്ടി, തെഴുതാമ, ജീരകം, ഏലത്തരി തുടങ്ങിയ 16ൽ പരം ആയുർവേദ മരുന്നുകൾ ചേർത്ത് അവരുണ്ടാക്കിയ ഒരു ഔഷധ ചൂർണവുമാണ്. ഈ പാക്കറ്റ് ഈ ഒരാൾക്ക് ഒരു 14 ദിവസത്തേക്കുള്ളതാണ്. അപ്പോൾ ഇത് കുടിച്ചാൽ നമ്മുടെ ഈ ശരീരക്ഷീണം, വിശപ്പില്ലായ്മ, വാതസംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ എല്ലാം അകറ്റി ശരീരത്തിന് നല്ല ബലവും ഉന്മേഷവും പ്രദാനം ചെയ്യും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഈ കഞ്ഞിക്കൂട്ട് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് 6 ടീസ്പൂൺ നവരയരി, 3 ടീസ്പൂൺ ചെറുപയർ, 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ നുറുക്ക് ഗോതമ്പ്, 1 ടീസ്പൂൺ മുതിര ഇവ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ, അതായത് കഞ്ഞി വെക്കുന്നതിൻ്റെ 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം നമുക്ക് എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസം ഒരു കുക്കറിൻ്റെ അകത്ത് ഇതെല്ലാം ഇട്ട് നമുക്ക് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഈ ആശാളി അരി എന്ന് പറയുന്ന അരിയില്ലേ, അതൊന്ന് കഴുകിയിട്ട് വെന്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക്. പിന്നെ നമ്മൾ ഈ മധുരത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ഉരുക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് എത്ര മധുരം വേണോ അത്ര വെള്ളം നമുക്ക് ഉരുക്കിയിട്ട് ഒഴിക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അവയെല്ലാം അതിനോട് ഒന്ന് ചേർന്ന് വരുന്നവരെ നമുക്ക് യോജിപ്പിക്കാം. എന്നതിന് ശേഷം നമുക്ക് ഈ തേങ്ങയുടെ 2ാം പാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഈ 2ാം പാൽ ഒഴിച്ചതിന് നന്നായി തിളച്ച് വരണം കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഔഷധ ചൂർണം, അവരുടേത് ഒരു ഔഷധ ചൂർണം ഉണ്ടല്ലോ, അപ്പോൾ അത് ഔഷധ ചൂർണം നല്ലോണം വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യാം. നന്നായിട്ട് അതിലേക്ക് യോജിപ്പിക്കാം. അത് തിളച്ച് വരുമ്പോൾ ഇത് ഏലക്കാപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഈ തേങ്ങ 1ാം പാൽ, നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ 1ാം പാൽ ഇതിലേക്ക് ഒഴിക്കാം. നല്ലോണം യോജിപ്പിക്കുക അതിൻ്റെ അകത്തേക്ക്. അങ്ങനെ നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറായി. ഇതിലേക്ക് ഈ ചിറ്റുള്ളിയും നെയ്യിൻ്റെ അകത്ത് വറുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ നമ്മുടെ ഔഷധ കഞ്ഞിക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം, അതായത് രാവിലെ നമ്മൾ പ്രാതൽ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുമല്ലോ, അപ്പോൾ അതിനോ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അവരുടെ ഈ ഔഷധ ചൂർണ്ണമൊക്കെ അതിൻ്റെ അകത്ത് ചേരുന്നതുകൊണ്ട് പ്രത്യേക ഒരു തരം ടേസ്റ്റാണ്. പിന്നെ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.